ഇപ്പോൾ നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഏറെ കാലമായി ചർച്ച ചെയ്ത് വരികയായിരുന്നു ഈ വിഷയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. BJP സംഘപരിവാർ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ അതിന് പിന്നിലുള്ള ഗൂഢ ഉദ്ദേശം എന്താണെന്ന് രാജ്യത്തെ ഭൂരിപക്ഷ ജനതയ്ക്കും അറിയുകയും ചെയ്യാം. ഇവർ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കൊണ്ടുവരുന്നത് നിസ്സാരമല്ല. ഇപ്പോൾ നേരത്തെ ജോൺ ബ്രിട്ടാസ് അടക്കം രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഫെഡറലിസം എന്നുള്ളത് ദഹിക്കാത്ത വാക്കാണ് മോദിക്കും സംഘപരിവാർ സർക്കാരിനും. അങ്ങനെ ഫെഡറലിസത്തെ പടിപടിയായി ഇല്ലാതാക്കിക്കൊണ്ടുവരികയും ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ആരോപിക്കുന്നത് വലിയ തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിന് നിയമപരമായ ഒരു സമ്മതി പാർലമെൻറ്റിലൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നതിലൂടെ വരികയും ചെയ്തത്. എങ്ങനെ കാണുന്നു ഇന്നത്തെ ബിൽ അവതരണത്തോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നത്തെ ഒരു കൂട്ടായ്മയെക്കുറിച്ചും അവരുടെ പ്രതികരണങ്ങളെക്കുറിച്ചും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാധ്യമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അനായാസം സാധിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതിനൊരു വൈഭവം BJPക്കും അവരുടെ സർക്കാരിനും ഉണ്ട്. അതുകൊണ്ട് ധാരാളം വൈതരണികൾ കടന്നാലേ ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ കഴിയൂ എന്ന് കോവിന്ദ് കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 18ഓളം ഭരണഘടനാ ഭേദഗതികൾ തന്നെ അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു കാര്യം, അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അവസ്ഥ എന്തായിരിക്കും? പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 42, 39, 42 ഭേദഗതികൾ എന്ന് പറഞ്ഞതുപോലെ ഭരണഘടനയുടെ മുഖം തന്നെ മാറിപ്പോകുന്ന ഒരു തരത്തിലുള്ള വിപുലമായ ഭേദഗതികൾ വരുത്തേണ്ടി വരും. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അതിന്റെ ഇംപ്രാക്ടിക്കാലിറ്റി, അപ്രായോഗികത, അതെല്ലാം മറികടന്നുകൊണ്ട് നടപ്പാക്കിയെന്നിരിക്കട്ടെ. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമല്ലേ? നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം അപകടത്തിലാവുന്നു, ഫെഡറലിസം അപകടത്തിലാവുന്നു, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സംസ്ഥാനങ്ങളുടെ ഓട്ടോണമി എല്ലാം അപകടത്തിലാവുകയാണ്. അതല്ല ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇതിനകത്ത് ഇവർ കൊണ്ടുവരുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല, ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ല എന്ന ആശയത്തിലേക്കാണ് അവർ. നമ്മൾ പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആശയം, നാനാത്വത്തിൽ ഏകത്വം, ആ നാനാത്വത്തിൽ ഏകത്വം തന്നെയാണ് ഇന്ത്യയുടെ മനോഹാരിത കൂട്ടുന്നത്. ഈ നിയമസഭകൾ തന്നെയാണ്, വിവിധ സംസ്ഥാന നിയമസഭകൾ തന്നെയാണ്, വിവിധ ഭാഷകളുള്ള വിവിധ സംസ്കാരങ്ങളുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റിയെ ഒറ്റ ഏകകത്തിലേക്ക് കൊണ്ടുവരാൻ BJP മോദി സർക്കാർ ശ്രമം നടത്തുമ്പോൾ അതിന് പാർലമെൻറ്റിന് പുറത്ത്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് പുറത്ത്, സാംസ്കാരിക രംഗത്ത് അടക്കം കൂടി ചർച്ച ചെയ്യാൻ വേണ്ടി, ഇത്തിരി കൂടി വ്യക്തമായി പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകരെ അടക്കം രാഷ്ട്രീയം ചർച്ച ചെയ്യണം, രാഷ്ട്രീയ പ്രവർത്തകരടക്കം സാംസ്കാരികം ചർച്ച ചെയ്യണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ വിഷയം പൊതുമധ്യത്തിലേക്കും രാഷ്ട്രീയ വിഷയത്തിലേക്കും സാംസ്കാരിക വിഷയത്തിലേക്കും അടക്കം കൊണ്ടുപോകേണ്ടത് വരും. പാർലമെൻറ്റിൻ്റെ ഒരു സാങ്കേതിക വിഷയമായി മാത്രം ഇത് ചുരുക്കിക്കാട്ടാൻ കഴിയില്ല എന്നൊരു കാഴ്ചപ്പാട് കൂടി ഇല്ലേ ഇതിനകത്ത്? അല്ല, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ, അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഭരണഘടന വായിക്കണം, ഭരണഘടന മുഴുവൻ വായിക്കണ്ട. ഒരേ ഒരു ആർട്ടിക്കിൾ, ഒരു സെന്റൻസ് മാത്രമുള്ളതാണ് ആർട്ടിക്കിൾ 1, അത്രയും വായിച്ചാൽ മതി. അവിടെ ഇപ്പം എന്താ പറയുന്നത്? ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, കാരണം അത് കഴിഞ്ഞ 75 കൊല്ലമായി നമ്മളത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബോധമുള്ള എല്ലാവർക്കും അതിൻ്റെയൊക്കെ അർത്ഥം അറിയാം. ഇവിടെ ഇപ്പോൾ ഇവർ ഇത് നടപ്പാക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. പിന്നെ എവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്? ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഓട്ടോണമി ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം, ആ സർക്കാർ ദുർമുഖമായി തീരുന്നു അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നെങ്കിൽ ആ സർക്കാരിനെ മാറ്റി വേറൊരു സർക്കാർ, ഇനി നിയമസഭ കൂടാൻ പറ്റിയില്ലെങ്കിലോ 1965 പോലെ വീണ്ടും തെരഞ്ഞെടുപ്പ്, അതൊക്കെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ അവകാശമാണ്, ജനാധിപത്യപരമായ അവകാശമാണ്. അത് നിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡൽഹിയിൽ എന്താണോ തീരുമാനിക്കുന്നത്, ഞങ്ങൾ ലോക്സഭയുടെ കാലാവധി എപ്പോൾ അവസാനിപ്പിക്കും, അന്ന് നിങ്ങളുമൊക്കെ കാലാവധി അവസാനിപ്പിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇപ്പോൾ ഈ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് കാലാവധി എത്രയായിരിക്കും? ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ 5 വർഷം തേക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അബ്സേർഡിറ്റി, അസംബന്ധം എന്ന് പറയാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഉപരിയായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഫെഡറലിസം അപകടത്തിലാവുന്നു, അതോടൊപ്പം പാർലമെന്ററി ജനാധിപത്യവും അപകടത്തിലാവുന്നു. ശരി ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾ പറഞ്ഞ പോലെ അബ്സർഡിറ്റി, അസംബന്ധം, ഈ അസംബന്ധങ്ങളെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണല്ലോ ഈ
രാജ്യത്ത് ഇപ്പോൾ മോദി സർക്കാർ ഭരണം നടത്തുകയും ചെയ്യുന്നത്. ആ അബ്സേർഡിറ്റിയെ ജനങ്ങളുടെ സമ്മതി നേടിയെടുത്തുകൊണ്ട് അവർ ഭരണം തുടരുമ്പോൾ ഇതിനപ്പുറവും പ്രതീക്ഷിക്കുക തന്നെ.